നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ ഒക്ടോബർ മാസത്തില് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 21 കർദിനാൾമാരെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അവസാനത്തെ പേര് എന്റേതായിരുന്നു നിങ്ങൾക്കറിയാം. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം, നമ്മുടെ സ്വപ്നത്തിൽ പോലും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തില് സാധാരണഗതിയിൽ നമ്മുടെ ചിന്തയിലൂടെ പോലും പോകാത്ത ഒരു ദൈവാനുഗ്രഹം സാധാരണക്കാരനായ എനിക്ക് ലഭിച്ചത് വ്യക്തിപരമായിട്ടുള്ള മഹിമയല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ സഭ, ലത്തീൻ സഭ കഴിഞ്ഞാൽ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത ചൈതന്യത്തോടുകൂടി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതിന്റെ തെളിവാണ് ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാക്ഷ്യത്തിന്റെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും സഭയോട് ചേർന്നുള്ള പ്രവർത്തനത്തിന്റെയും ഒക്കെ ഫലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് ആവശ്യമാണ് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട്. സാർവത്രിക സഭ ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ് ഈ വർഷം എന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവിയുടെ ജൂബിലി കത്തോലിക്ക സഭ മുഴുവൻ വിശുദ്ധിയോടെ ആചരിക്കുമ്പോൾ അതേ അവസരത്തില് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ മാർത്തോമായുടെ മക്കളായ നമ്മുടെ ഈ കൂട്ടായ്മ ജൂബിലി ആഘോഷിക്കുന്നത് വളരെ സന്തോഷത്തിന്റെ ഒരു അവസരമാണ്. എല്ലാവർക്കും ഏറ്റവും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ജൂബിലിയുടെ എല്ലാവിധ നന്മകളും ആശംസകളും ഞാൻ നേരുകയാണ്. ജൂബിലി വർഷം പ്രഖ്യാപിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ തിരുവെഴുത്തിന്റെ തലക്കെട്ട് സ്പേസ് നോൺ കോൺഫോർട്ടിത് എന്നാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ തിരുവെഴുത്തിന്റെ ആദ്യം പരിശുദ്ധ പിതാവ് പറയുന്നു, ജൂബിലി നമ്മുടെ രക്ഷയുടെ കവാടമായ മിശനായുമായി വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുവാനായിട്ടുള്ള അവസരമാണ്. ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടത് ഇതാണ്. പ്രകാരമാണ് എനിക്ക് ഈശോയോട് ആത്മീയമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കുക. കർദിനാൾ സ്ഥാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ അവസരത്തിൽ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പ്രത്യേകമായ രീതിയിൽ ലോകത്തില് ആയിരിക്കുന്ന ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ ഒരു അനുഗ്രഹവും കൂടിയായിട്ടാണ്, അനുഗ്രഹത്തിലെ ഫലം കൂടിയായിട്ടാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, നിങ്ങൾക്കറിയാം, ഏറ്റവും അധികം മറ്റുള്ളവരിലെ ഈശോയെ കണ്ടുകൊണ്ട് അവരിലെ ശുശ്രൂഷ ചെയ്യാൻ, പ്രത്യേകിച്ച് അവരുടെ എളിയവരെ അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് പിതാവ് പ്രത്യേകം പരിശ്രമിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 18 അപ്പസ്തോലിക യാത്രകൾ പിതാവിനെ അനുഗമിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവസരങ്ങളെല്ലാം വലിയ ജനക്കൂട്ടങ്ങൾ പിതാവിനെ കാണുവാനായിട്ട് ഓടിയെത്തുമ്പോൾ പിതാവിന്റെ കണ്ണുകൾ തറയ്ക്കുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും ബലഹീനരായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ, സഹായം ആവശ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ വീൽചെയറിലായിരിക്കുന്ന വ്യക്തികൾ. ആ കണ്ണുകൾ തന്നെയാണ് പിതാവ് എന്നെ കണ്ടെത്തിയത്. ഞാൻ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്ത അവസരങ്ങളിൽ ആവും വിധം ഇതുപോലെ പാവപ്പെട്ടവർക്ക് കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വ്യക്തിപരമായ മഹിമയേക്കാൾ നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനയുടെ, വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമാണ്. നമ്മളിവിടെ അർപ്പിക്കുന്ന ബലിയർപ്പണം എന്ന് പറയുന്ന, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ നമ്മളിവിടെ ഈ ബലിയർപ്പണത്തിൽ
നമ്മുടെ ഉള്ളിൽ ഈശോ അവതീർണനാകുമ്പോൾ, നമ്മൾ ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈ ബലിക്ക് ശേഷമുള്ള ബലി എന്ന് പറയുന്നത് മറ്റുള്ളവരിലുള്ള ഈശോയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പാവപ്പെട്ടവരിൽ ദരിദ്രരിലുമുള്ള മിശിഹായുടെ സാന്നിധ്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത്. എന്റെ വിശ്വാസമനുസരിച്ച് പാവപ്പെട്ടവരുടെ കണ്ണുനീര്, നമ്മൾ എളിയ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ഫലമായിട്ട് അവരുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒഴുക്കെന്ന് പറയുന്ന സ്വർഗം തുറക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ തിരുരക്തം പോലെ തന്നെ ശക്തമായ കവചമാണ് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും കൃപയുടെയും വാതിലുകൾ തുറക്കുകയും ചെയ്യുന്ന വലിയ ശക്തി ആ കണ്ണുനീരിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ അനുദിനം കണ്ടെത്തുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മൾ കഠിനാധ്വാനം ചെയ്താണ് നമ്മളിവിടേക്ക് എത്തിയത്. പക്ഷേ കഠിനാധ്വാനം ചെയ്തിട്ടും ദാരിദ്ര്യമാറാത്ത അനേകം മനുഷ്യർ ലോകത്തുണ്ടെന്ന് മറക്കാതിരിക്കുക. നമുക്ക് ലഭിച്ച ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ആരോഗ്യം പോലും ദൈവത്തിന്റെ കൃപയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം കൂടുതൽ ആഴപ്പെട്ടുകൊണ്ട് ഈ ജൂബിലി പ്രത്യേകമായിട്ട് അർത്ഥവത്താക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് പ്രകൃതിയിലുള്ള 2 വസ്തുക്കളെ കുറിച്ചാണ്, ഉപ്പും വെളിച്ചവും. ഈശോ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഈ വചനഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയല്ല ഉപ്പായത്, ലോകത്തിനു വേണ്ടിയാണ്. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതും അയച്ചതും 2, 10, 20 നഗരങ്ങളിലേക്ക്, ഒരു രാജ്യത്തേക്കും അല്ല, ലോകം മുഴുവനിലേക്കുമാണ്. കരയ്ക്കും കടലിനും അപ്പുറം ലോകം മുഴുവനിലേക്കും നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഉപ്പിന്റെ കാര്യത്തിൽ എന്ന പോലെ പ്രകാശമായി മാറുമ്പോഴും നിങ്ങൾ ഏതാനും നഗരങ്ങൾക്ക് വേണ്ടിയല്ല, ലോകം മുഴുവൻ വേണ്ടിയാണ് പ്രകാശമാകേണ്ടത്. നാം കാണുന്ന സൂര്യനെ കിരണങ്ങളെക്കാൾ 10 മടങ്ങ് ശോഭയേറിയ ആത്മീയ വെളിച്ചമാണ് നിങ്ങൾ എന്നാണ് വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുക. നാം ഉപ്പും പ്രകാശവും ആകുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നഗരത്തിനും മാത്രമല്ല, ഈശോ നമ്മെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുവിശേഷത്തിൽ ഈശോ തുടർന്ന് പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ ഉപരിയോടുള്ള പ്രവർത്തികൾ, നമ്മുടെ നന്മ നാം അറിയാതെ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു. ജൂബിലിയോടനുബന്ധിച്ച് നാം ഓരോരുത്തർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഈ തരുണത്തിൽ ശ്ലാഘനീയമാണ്. ഈ കൂട്ടായ്മയിലെ ഈ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലെ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുവാനായിട്ട് ഉള്ള തീരുമാനം സമുചിതമായിട്ട് എടുത്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ചുറ്റും നമ്മുടെ സത്പ്രവർത്തികൾ സ്വീകരിക്കുവാൻ യോഗ്യരായ അശരണരും അവഗണിക്കപ്പെട്ടവരും പലവിധ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരും ദരിദ്രരും ഏറെയുണ്ട് എന്ന് നമുക്കറിയാം. നാം ഓരോരുത്തരോടും ഇന്ന് പ്രകാശിക്കുന്ന ഈ നന്മയുടെ വെളിച്ചം അണഞ്ഞു പോകാതെ അതെന്നും കെടാതെ സൂക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ലോകം മുഴുവൻ ഈശോയുടെ സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാന്നിധ്യത്തിന്റെയും അടയാളമായി ഈ സമൂഹം മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ഈ തിരുബലിയിൽ ഹൃദയപൂർവ്വം കർത്താവ് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും വഴി നടത്തിയ ഓരോ അവസരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് ലോകം മുഴുവൻ വേണ്ടി ഉപ്പും പ്രകാശമായി മാറാനുള്ള കൃപ നമുക്ക് ഒരുമിച്ച് യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി നൽകണം.